അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ തെരുവുകൾ തെരുവു നായ്ക്കളിൽ നിന്നും മുക്തമാക്കുന്നതിനു വേണ്ടി തെരുവിൽ അലയുന്ന നായ്ക്കളെ താൽപ്പര്യമുള്ളവരുടെ വീടുകളിൽ വളർത്തുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കാവൽ കൂട്ടായ്മ സംഘടിപ്പിച്ച യോഗം അടാട്ട് ആമ്പലംകാവ് ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 20 മുതൽ അടാട്ട് ആമ്പലംകാവ് മേഖലയിലെ നായ്ക്കുട്ടികളെ പിടിച്ച് ആവശ്യക്കാർക്ക് കൈമാറും. നിലവിൽ നായ്ക്കുട്ടികളെ വളർത്തുന്നതിന് ഭൗതിക സാഹചര്യമുള്ളവർക്കാണ് നൽകുന്നത്. ഈ മേഖലയിൽ 20 കുഞ്ഞുങ്ങളെയാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ അത്ര തന്നെ ആവശ്യക്കാരുമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയത്തിൽ സമഗ്രമായ പദ്ധതി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നുണ്ടെന്ന് അനിൽ അക്കര പറഞ്ഞു. അതിന്റെ മുന്നോടിയായാണ് നിലവിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ 4 വില്ലേജുകൾ കേന്ദ്രീകരിച്ച് ഈ അഡോപ്ഷൻ പരിപാടി കാവൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഘട്ടം ഘട്ടമായി ഈ പട്ടികളെ കൃത്യമായി പിടിച്ച് അവർക്ക് ശാസ്ത്രീയമായ രീതിയിൽ അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചിപ്പ്, അതുപോലെ അതിൻ്റെ വന്ധീകരണം തുടങ്ങിയത്, ചികിത്സ, പിന്നെ പേവിഷയ്ക്കുള്ള വാക്സിനേഷൻ തുടങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം അതൊക്കെ ചെയ്ത് ഇതിനെ കൃത്യമായി നമ്മുടെ വീട്ടിൽ സംരക്ഷിക്കാൻ കഴിയുന്നൊരു മെത്തേഡാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം ഞാനിതുമായി കുറേ ആളുകളുമായി കൂടിയാലോചിച്ചപ്പോൾ കുറേ ആളുകൾ തയ്യാറായ ആളുകൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 300ഓളം പട്ടിക്കൂടുകൾ തയ്യാറാക്കി അവർക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെ ഒരു പദ്ധതി തയ്യാറാക്കി സർക്കാരിനും നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിക്കുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ നൽകുന്നത് കേരള വെറ്ററിനറി കോളേജ് സർജറി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ MK നാരായണനാണ്. കാവൽ കൂട്ടായ്മ പ്രസിഡന്റ് സിനോയ് അടാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത കൃഷ്ണൻ, അംഗങ്ങളായ രത്നവല്ലി സത്യൻ, SD രാജീവ്, TD വിൽസൺ, ജോഫി സുനിൽ, ജിനോ ജേക്കബ്, MS സദാശിവൻ, PJ സണ്ണി, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ P രാജേശ്വരൻ എന്നിവരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. സെക്രട്ടറി രഞ്ജിത്ത് മാടശ്ശേരി നന്ദി പറഞ്ഞു. ATK ന്യൂസ്, അടാട്ട്.